രോഹിതേട്ടാ, നമ്മൾ ഈ ചില ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോയില്ലേ, നമുക്ക് മുഖത്ത് നോക്കിയൊരെണ്ണം കൊടുക്കാൻ തോന്നും. അവരോടുള്ള ഒരു ദേഷ്യം എന്ന് പറയുന്നത് നമുക്ക് അടിച്ചു തീർക്കണം എന്നുള്ളത് നിർബന്ധമായിട്ട് തോന്നുന്ന ചില ആൾക്കാരുണ്ട്. അത്രയും നമ്മളെ സ്ട്രെസ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം നമ്മളെ ബോധർ ചെയ്യുന്ന ചില മനുഷ്യരുണ്ട്. അവരോടുള്ള ദേഷ്യം തീർക്കാൻ നമുക്ക് പോയി അടിക്കാനൊന്നും പറ്റില്ല. നിയമപരമായി നമുക്ക് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ലീഗൽ സൈഡാണ് പറയുന്നത്. ലീഗൽ സൈഡിൽ നമ്മൾ നോക്കുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പുറത്ത് ഏതൊരു സ്ഥലത്താണ് അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ എനിക്ക് രോഹിത്തേട്ടൻ രണ്ടെണ്ണം തരണം. അപ്പൊ ഞാൻ രോഹിത്തേട്ടന്റെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ രോഹിത്തേട്ടന്റെ രൂപത്തിൽ ക്ലേ കൊണ്ടുണ്ടാക്കിയ ഒരു ബൊമ്മ അവർ നിർമ്മിച്ചു വെക്കും. പിന്നെ എനിക്ക് ചെന്ന് അറിഞ്ചോം പുറിഞ്ചോം അടിക്കാനുള്ള ഫുൾ റൈറ്റ്സ് എനിക്കുണ്ട്. അത് തകർന്നു വീഴുന്നത് വരെ എനിക്ക് അടിക്കാം. അത് നല്ലൊരു സംവിധാനമായി തോന്നുന്നില്ലേ? നല്ല സംവിധാനമാണ്. പക്ഷേ എന്റെ പടം കൊടുത്തിട്ട് ഉദാഹരണത്തിന് പറഞ്ഞാണെങ്കിൽ അങ്ങനെ ലോകത്താരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറയാൻ പറ്റില്ല, മനുഷ്യരല്ലേ. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും, അതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ചിലപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട്. നമുക്ക് അടിക്കണമെങ്കിൽ അടിക്കാം, ആളെ വെച്ച് അടിപ്പിക്കും. പക്ഷേ അടിച്ചാലും നമ്മുടെ കൈ നാറും, അല്ലെങ്കിൽ നമ്മൾ അടി മേടിക്കാൻ പോലും അർഹതയില്ലാത്ത കുറെ നാറികൾ നമ്മുടെ സമൂഹത്തുണ്ട്. എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ അത്തരത്തിൽ നാറികളുടെ എണ്ണം ഒരുപാട് ഉണ്ടാവും. അപ്പൊ ഇവന്മാരെയൊക്കെ പിന്നെ അടിക്കാൻ പറ്റാത്ത വരുമ്പോൾ ഇതിനെ സിംബോളിക്കായി അടിക്കാൻ ഒരു സംവിധാനം. ഇപ്പൊ സിംബോളിക്കായിട്ട് അടിക്കാൻ ഈ സംവിധാനം ഒന്നും വേണ്ട, നമ്മുടെ സ്ട്രെസ് വേറെ എവിടെയെങ്കിലും ഇടിച്ചു തീർത്താൽ മതി. അതെ, നമുക്കിപ്പോ ഇവിടെ കൊച്ചിയിലൊക്കെ തന്നെ ലോക്കർ റൂമുകളുണ്ട്. അതെ, അവിടെ നമ്മുടെ കാക്കനാടൊക്കെ അത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചില്ലു കുപ്പി, ബിയർ കുപ്പി ഇതൊക്കെ എറിഞ്ഞ് പൊട്ടിച്ച് നമ്മുടെ ദേഷ്യം തീർക്കാൻ പറ്റും. ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ റിമോട്ടിലും കുപ്പിയിലും ഒക്കെ അടിച്ചു തീർക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും ആ ഒരു സമയത്ത് പ്രായത്തിന്റെ തലത്തിൽ അത്രത്തോളം സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പണ്ട സ്വഭാവം റിമോട്ട് എടുത്തെറിയുമായിരുന്നു. ഇപ്പൊ ഞാനില്ല. കാരണം ഇപ്പൊ നമ്മൾ കാശ് കൊടുത്ത് മേടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് മനസ്സിലായിട്ട് അച്ഛൻ മേടിച്ച റിമോട്ടല്ലേ നമുക്ക് അറിയാം, അച്ഛനോടൊക്കെ എടുത്തെറിയാം. അപ്പം എൻ്റെ ഒന്നും ആവശ്യമില്ല, സത്യം പറഞ്ഞാൽ എൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പിന്നെ ശില്പ പറഞ്ഞ പോലെ ഈ കളിമണ്ണിൽ പ്രതിമകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിലിടിച്ച് തീർക്കാം. ഇതിനകത്തൊരു ശാസ്ത്രീയ വശമാണ്. അതായത് നമ്മൾ ഈ മണിച്ചിത്രത്താഴിലൊക്കെ കണ്ടിട്ടുള്ള പോലെ അത് മനസ്സിലിങ്ങനെ കിടക്കുകയാണ്. അതെ, അത്രത്തോളം നമ്മൾ ചിന്തിക്കണം. ഇതൊരു ബിസിനസ്സായി മാറുമ്പോൾ നമുക്ക് ആ ഒരു കളിമൺ ശില്പം ഉണ്ടാക്കി എടുക്കാൻ തന്നെ എത്ര സമയം എടുക്കും? അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും പൈസ അതിന് നമ്മൾ ചിലവാകുന്നതാണ്. അപ്പോൾ അത്രയും ആളുകൾക്കുള്ളിൽ ഈ പക ഇങ്ങനെ കുവിഞ്ഞു കൂടുന്നു. കുറ്റം പറയാൻ പറ്റത്തൊന്നുമില്ല. അല്ല, ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നവനുണ്ടല്ലോ, ഈ ചെയ്തവൻ അതുപോലുള്ള പണിയായിരിക്കും ഇവനോടൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. ഒരു പക്ഷേ കൂടെ നിന്ന് ചതിച്ചതാവാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ചതിച്ച നാറികളൊക്കെ ആയിരിക്കും. അപ്പോൾ അവന്മാരെയൊക്കെ ശില്പങ്ങൾ ഉണ്ടാക്കി ഇടിച്ച് നശിപ്പിക്കുന്നതിനകത്ത് ഒരു തെറ്റുമില്ല, അത് ചെയ്യാം. പക്ഷെ അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ രണ്ടെണ്ണം കൊടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ആ നാട്ടിലെ നിയമം എനിക്കറിയത്തില്ല അവിടെ എങ്ങനെയാണോ. അല്ല, നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ നിയമപരമായി നോക്കുമ്പോൾ തെറ്റാണ്. അപ്പൊ നമ്മൾ അതിനൊരു ബദൽ മാർഗം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ അതൊരു സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം അവരുടെ മനസ്സിൽ കിടക്കുന്ന ഫ്രസ്ട്രേഷൻസ്, അവരുടെ മനസ്സിൽ കിടക്കുന്ന ദേഷ്യം, ഇതെല്ലാം അതോടുകൂടി അങ്ങ് തീരുമെങ്കിൽ, പിന്നെ നല്ല മനസ്സോടെ ഇരിക്കാൻ പറ്റുമെങ്കിൽ, പിന്നെ അതാണ് നല്ല മനസ്സോടെ ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. എങ്ങനെ മനസ്സിലായില്ല? എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരാളെ ഇടിച്ചു, അതല്ലെങ്കിൽ നമ്മൾ അയാളെ ഉപദ്രവിച്ചു, അതിനുശേഷം ആ പക അവിടെ തീരണം എന്നുള്ളതാണ്. അല്ലാതെ തീരാതെ അത് വീണ്ടും മനസ്സിലിട്ട് അത് വീണ്ടും അതിനെ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വന്നിട്ട് കാര്യമില്ല. ഇടിച്ചു നോക്കിയവർക്ക് അറിയൂ അതുകൊണ്ട് തീരുമോ എന്നുള്ളത്. ഞാൻ പറയാം, ചില ആളുകൾ ചിലരോട് കാണിക്കുന്ന ചില പോക്കൃത്തരങ്ങൾ, നമ്മൾ മലയാള തന്തയിലായ്മത്തരങ്ങൾ എന്നൊക്കെ പറയും. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഒരുപക്ഷെ നമ്മൾ മനസ്സുകൊണ്ട് പറയും, ശരി ഇവനെ ഒന്നും പറയാനോ, അല്ലെങ്കിൽ കാരണം അത്രത്തോളം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോയ ആളുകളായിരിക്കും, അല്ലെങ്കിൽ അതുപോലെ വിശ്വസിച്ച ആളുകളായിരിക്കും. ഇവനൊക്കെ ഈ പോക്കൃത്തരങ്ങളൊക്കെ കാണിച്ചു കഴിയുമ്പോഴും മനസ്സുകൊണ്ട് പറയും, വിട്ടുകളയും. പക്ഷെ ചില സമയങ്ങളിൽ ഈ എന്തെങ്കിലുമൊക്കെ സംഭവവികാസങ്ങൾ ഉണ്ടാവും, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് അവൻ ചെയ്ത കാര്യങ്ങൾ, അവൻ്റെ ആ മുഖമൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരും. അത് സ്വാഭാവികം, മനുഷ്യ സഹജമായ കാര്യമാണ്. അതിങ്ങനെ ഒരു ഇടി കൊടുത്താലും പിന്നെയും അത് വരും എന്നുള്ളത് സത്യം തന്നെയാണ്. അതൊക്കെ അങ്ങനെ പൂർണ്ണമായി മാറില്ല. ഇപ്പോൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഈ ഹിപ്നോ തെറാപ്പിസ്റ്റുകളൊക്കെ വന്നിരുന്ന ഇന്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ പറയും, ആ മെമ്മറി നമ്മളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാ മെമ്മറിയൊന്നും അങ്ങനെ ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അത് മനസ്സിലാക്കിയ മെമ്മറികൾ വരെ ഡിലീറ്റ് ചെയ്ത തെറാപ്പിസ്റ്റുകൾ നമ്മുടെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്. എനിക്കറിയില്ല, അത് ആ പെൺകുട്ടിയുടെ മനസ്സിന്റെ ആയിരിക്കും. എല്ലാവർക്കും അത് സ്വാധീനമാകും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ അത്രത്തോളം ഞാനിപ്പോൾ എൻ്റെ കാര്യം പറയാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാളോട് ദേഷ്യമോ പകയോ ഉണ്ടെങ്കിൽ എൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞാനായിട്ടൊന്നും ചെയ്യണ്ട. എൻ്റെ മുന്നിൽ ദൈവമായിട്ട് അവന് കിട്ടാനുള്ളത് കിട്ടുന്നത് കാണാറുണ്ട്. അതൊരു വിശ്വാസമാണ്, സ്വാഭാവികമായിട്ടും വിശ്വാസമാണ്. ഞാൻ അത്രത്തോളം എൻ്റെ മനസ്സിനെ നോവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എൻ്റെ കൺമുന്നിൽ അത് രോഹിത്തേട്ടൻ വല്ല കൂടോത്രമൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നു. അങ്ങനെ വിശ്വസിക്കുന്നത് അങ്ങനെ വിശ്വസിച്ചോട്ടെ. ഞാൻ സീരിയസ്ലി എൻ്റെ മനസ്സ് എത്ര നോക്കി എന്നെ അടുത്തറിയാവുന്നവർക്ക് ഞാൻ വാട്സപ്പിൽ ചില സ്റ്റാറ്റസുകൾ ഇടും.
അത് ആ സ്റ്റാറ്റസുകൾ ചില സിമ്പലുകളാണ്. എൻ്റെ മനസ്സ് അത്രത്തോളം നിന്നിട്ടുണ്ട് എന്നുള്ള എൻ്റെ സിമ്പലാണ്. എനിക്കത് പറയാൻ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഭഗവാനെ, ഗണപതി ഭഗവാനെ ഒന്ന് മനസ്സിൽ വിചാരിക്കും. ബാക്കി പുള്ളി നോക്കിക്കൊള്ളും എന്നുള്ളതാണ്. ഇപ്പം ഞാൻ പറയാം, പ്രഷറോടോ ശില്പിയോടോ ആരോടാണെങ്കിലും പറയാം, എൻ്റെ സ്റ്റാറ്റസിലൊരു രൗദ്ര രൂപത്തിലുള്ള ഗണപതിയുടെ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ എന്നെ ഒരാൾ അത്രത്തോളം നോയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു 3 ഡോട്ടോ 4 ഡോട്ടോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് അത്രത്തോളം മാനസികമായി പ്രയാസം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചിലർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഈ 4 ഡോട്ടോ ഇടുന്നവർക്കൊന്നും പണി കിട്ടുന്നത് കണ്ടിട്ടില്ല. അത് ഞാൻ ചില കാര്യങ്ങൾ ഉദ്ദേശിച്ച് എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇടുന്നത്. പക്ഷേ ഞാൻ എനിക്ക് ഈ രുദ്രഗണപതിയുടെ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർ വിചാരിക്കും രോഹിത്തേട്ടൻ എന്തെങ്കിലും ഉപാസനകളും സേവകളും ഒക്കെ വിചാരിച്ചോട്ടെ. രൗദ്രഭാവത്ത് എനിക്കൊരു സേവയില്ല. ഞാൻ ഭഗവാനെ ഗണപതി എന്ന് പറഞ്ഞിട്ട് ഗണപതി അമ്പലത്തിൽ പോയാൽ പോലെ ഉള്ളിൽ കയറത്തോടാറില്ല, പുറത്തേക്ക് ഒരു പ്രസാദം മേടിച്ച് ഉണ്ണിയപ്പം മേടിച്ച് തിരിച്ചു വരുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ എനിക്ക് എൻ്റെ മുന്നിൽ തന്നെ കണ്ണുണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറയാം. പണ്ട് ആവശ്യമില്ലാത്തൊരു വിഷയത്തിൽ ഞാൻ പണ്ട് ജോലി ചെയ്തിരുന്ന ഉത്സാഹത്തിലൊരു പയ്യൻ, അവനെ ഞാൻ സ്വന്തം അനിയനെ പോലെ കൂടെ കണ്ടിടുന്നൊരു പയ്യനാണ്. അവന് എന്നെ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് അവിടെ ഞാനിരിക്കുന്ന കസേരയിൽ കയറിയിരിക്കുന്ന ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും. ഞാൻ പോലും അറിയാത്ത കുറേ കഥകളും പല രീതിയിൽ നമ്മളെ വഞ്ചിപ്പിച്ചു, കൂടെ നടന്നിട്ട് വഞ്ചിച്ചു എന്നുള്ളതാണ്. നമ്മളത് വിട്ടു. പക്ഷെ മനസ്സിൽ ഭയങ്കര സങ്കടമുണ്ട്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരാൾ തന്നെ എന്നെ വിളിക്കും, ഒന്ന് ഇവിടെ വരാം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ഇവൻ എന്ത് വിഷയത്തിലാണോ നമ്മളെ വലിപ്പിച്ചിരുന്നത് അതേ വിഷയത്തിൽ തന്നെ ആളുകൾ വന്നിട്ട് ഇവനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്നത്. ഞാൻ തന്നെ പോയി പിടിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് പോയി. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് സിമ്പിളാണ്. കാരണം നമ്മൾ സഹോദരനെ പോലെ സ്നേഹിച്ചു വരുത്തനല്ലേ. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും അവൻ അടികൊള്ളണമെന്നോ അവൻ എന്തെങ്കിലും സംഭവിക്കണമെന്നോ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല. പക്ഷെ അവൻ തിരിച്ചറിയണം ഇവരോട് ചെയ്തത്, എന്നോടെന്നുള്ളതല്ല ആരോടായാലും. അപ്പോൾ സ്വാഭാവികമായും അത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് അങ്ങനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ പകയും ദേഷ്യം കിട്ടാതിരിക്കുക. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ശരി കിട്ടിയല്ലോ, മനസ്സിലായല്ലോ. അതുകൊണ്ട് പക്ഷെ മനസ്സിലാക്കിക്കോണം. ആ ദൈവം കൊടുക്കുന്ന സിഗ്നൽ കൊണ്ട് ഇവരൊക്കെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി, നന്നാവണം എന്ന് മനസ്സിലായാൽ മതി. അപ്പോൾ ഈ പറയപ്പെടുന്ന കളിമൺ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ കളിമൺ പ്രതിമകളിൽ ഇടിച്ചു തീർക്കുന്ന ഒരു ശാസ്ത്രീയതയുണ്ട് അതിനകത്ത്. ആ ശാസ്ത്രീയതയെ കുറിച്ച് സംസാരിക്കുന്നത് ഈ മൈബോ സിനിമയ്ക്കകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. കലാഭവൻ ഷാജോൺ ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ബാത്റൂമിൽ കയറിയിട്ട് ബക്കറ്റ് ചവിട്ടി പൊട്ടിക്കാം, എന്നിട്ട് പുതിയൊരു ബക്കറ്റ് വാങ്ങി അവിടെ കൊണ്ടുവയ്ക്കാം. ആ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അതാണ് നമ്മൾ കാണുന്ന ആദ്യത്തെ ഒരു സ്ട്രെസ് ബസ്റ്റർ എന്നൊക്കെ നമ്മൾ വിളിച്ച നമുക്ക് ആദ്യം ആ ഒരു സാധനം നമുക്ക് ഉള്ളിലേക്ക് എത്തിയത് അങ്ങനെയാണ്. പിന്നീടാണ് ഇപ്പോ കാക്കനാട് ഒക്കെ നമ്മുടെ മറ്റേ ലോക്കർ റൂമുകൾ പോലെയുള്ള റൂമുകൾ. എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ വണ്ടി എടുത്ത് ഓടിക്കും റോഡിലൂടെ. അതിപ്പോഴും ഒരുപാട് പേരുണ്ട്. നമ്മൾ ചെറിയ കാലത്ത് വഴക്കിട്ട് കഴിഞ്ഞാൽ റേസ് ചെയ്തങ്ങ് പോകണം. അവര് സ്വന്തം ജീവൻ വെച്ചിട്ടാണ് കളിക്കുന്നത്. കാരണം നമ്മൾ സ്വന്തം ജീവൻ മാത്രമല്ല, റോഡിൽ കൂടെ പോകുന്നവരുടെ ജീവനും ഇതിനകത്തുള്ള വിഷയമാണെന്ന് ചിന്തിക്കുന്നില്ല. ചില സമയത്ത് നമ്മൾ വണ്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് പക്ഷെ അപ്പം നമ്മൾ മനസ്സിലേക്ക് വരും, നീ കാണിക്കുന്നത് മണ്ടത്തരമാണ്. കാരണം നിന്റെ ജീവനും ഈ പറയപ്പെടുന്ന റോഡിലുള്ളവരുടെ ജീവനും അമൂല്യമാണ്, അത് വെച്ച് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഇത്തരത്തിൽ ഒരു 100 രൂപയുടെ ബക്കറ്റ് പൊട്ടിയാലും ഓക്കെ അങ്ങ് പൊട്ടട്ടെ, എങ്ങനെ ദേഷ്യം തീർക്കുമെങ്കിൽ തീർക്കട്ടെ എന്നുള്ളതാണ്. പണ്ട് ഫോൺ എറിഞ്ഞടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഫോൺ എടുത്ത് എറിയുമായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ അറിയാതെ എറിഞ്ഞു പോകും. പക്ഷെ എറിയുമ്പോഴും മനസ്സിൽ ഐഫോൺ ആടാ, എത്ര രൂപയുള്ള ആടാ എന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വന്ന് കയറാറുണ്ട്. പിന്നെ നമുക്ക് ദേഷ്യം വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതായത് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറമാർ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുക, വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക് ഡോർ ക്രോസ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ എടുത്തിരിക്കുമ്പോൾ കഥ തുറന്നു വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റും. ഇപ്പോഴൊക്കെ നമുക്ക് നല്ല ദേഷ്യം വരും. അതായത് നമ്മുടെ ജോലിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. അപ്പോൾ അതിനൊന്നും വഴക്ക് പറയാല്ലാതെ വേറെ നിവൃത്തിയില്ല. എന്നാലും അവർ ആവർത്തിക്കാതിരിക്കത്തുള്ളൂ, അവർ മനസ്സിലാക്കത്തുള്ളൂ. അവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്തുമാത്രം സ്ട്രെയിൻ എടുത്തിട്ടാണ് ഒരു വിഷയത്തെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം ഈ പറയപ്പെടുന്ന രീതി, അതായത് കളിമൺ ശില്പം ഉണ്ടാക്കി ഇടിച്ച് പ്രതിഷേധം തീർക്കുന്ന രീതി, അത് ഒരു പരിധിവരെ നല്ലതാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. ഈ കാക്കനാട് നമ്മുടെ ബക്കറ്റ് തന്നെയാണ്. അതെ. അല്ലെങ്കിൽ ഇപ്പൊ അത് സങ്കല്പം വെക്കുകയാണ്. ഇന്ന സങ്കല്പത്തിൽ ഒരാളെ സങ്കല്പിച്ചുകൊണ്ട് അത് തീർക്കുകയാണ്. ഇപ്പം നമുക്കറിയാം റേക്കി ഹീലേഴ്സ്, അവർ ഫോട്ടോ ചോദിക്കും. ഇപ്പം ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രീജാഭിലാഷിൻ്റെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ഇൻ്റർവ്യൂ ഇന്നോടുള്ള നാച്ചുറൽ സ്റ്റോൺ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇന്ന ആവശ്യങ്ങൾക്ക് നാച്ചുറൽ സ്റ്റോണിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് വേണം, കയ്യിലുള്ള ഇതാണെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ അയച്ചു തരുമെന്ന് പറഞ്ഞാൽ. കാരണം അവരെ റേക്കി വഴി ഇയാളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനകത്ത് എനർജി കൊടുക്കാനാണെന്നാണ് ഇവർ അവകാശം. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. അപ്പോൾ ഓരോന്നും ഓരോ രീതിയാണ്. പരമാവധി പക്ഷേ ഈ ദേഷ്യങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ എല്ലാവരും സ്നേഹിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് തത്വത്തിൽ മാത്രം പറയാനേ പറ്റുള്ളൂ. അത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ഇവന്മാരൊക്കെ അത്രത്തോളം മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ഇവന്മാർ എല്ലാവരും മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവും. ആ വിഷമം മാറണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടാകണം. അത് ദൈവം നിശ്ചയിക്കുന്നതാണ്. ആരുടെ ഭാഗത്താണോ തെറ്റ്, അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവൻ്റെ ഭാഗത്ത്, അതല്ലേ എൻ്റെ തെറ്റിദ്ധാരണയാണെങ്കിൽ എനിക്കത് തിരിച്ചറിവുണ്ടാവും. ഒരു സമയത്ത് തിരിച്ചറിവുണ്ടാവും എന്നുള്ളതാണ്.